ഇസ്രായേൽ നാഥനായി പാട്ടോടുകൂടിയാണ് നമ്മുടെ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അധികം ജനത്തിരക്കുകളോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകൾക്ക് ശേഷം നമ്മൾ പിന്നെ എത്തിച്ചേരുന്നത് വളരെ ഭംഗിയുള്ള ഒരു ഏരിയയിലോട്ടാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, റോഡുകളൊക്കെ നല്ല രീതിയിൽ ചെത്തിയെടുത്ത വഴികളിലൂടെയാണ് പോകുന്നത്. നല്ല തിരക്കും ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടണലിലേക്കാണ്. നല്ല ലോങ് പാസ്സായിട്ടുള്ള ടണലിൻ്റെ വഴിയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അബഹയിൽ നിന്ന് ഫറാസൻ ഐലൻഡിലോട്ട് പോകുന്ന ജിദ്ദ പോർട്ടിലുള്ള വഴിയിലാണ്. ഇവിടെയാണ് നമുക്കിത് നല്ലൊരു ചുരവും ഒക്കെ കാണാം. ഇവിടുത്തെ അബഹ കഴിഞ്ഞിട്ടൊരു ചെക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ടാണിത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഒരു ടണലിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നീണ്ട നിര തന്നെ കാണാം നമുക്ക് വാഹനങ്ങളുടെയൊക്കെ. നമുക്കിനിയും ടണലിനുള്ളിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മല തുറന്നെടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ഒരു പാട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു തുരങ്കത്തിനുള്ളിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ എൻട്രൻസ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ളത്. അബഹയിൽ നിന്ന് ജിദ്ദ പോർട്ടിലേക്ക് ഇത് ഒരു റോഡ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് വെഹിക്കിൾസ് ആയിട്ടാണെങ്കിലും എല്ലാം ഈ റൂട്ടിലൂടെ മാത്രമാണ് യാത്ര നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നമ്മൾ പോകുമ്പോഴും അതുപോലെ തിരിച്ച് ഉള്ള റോഡിലും നല്ല തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിലെ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. നമ്മുടെ ബസ്സിൻ്റെ ഡ്രൈവറാണെങ്കിലും വർഷങ്ങളായിട്ട് പുള്ളി ഇതിലും വഴിയൊക്കെ ഡ്രൈവ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ ഈ ഹെവി വെഹിക്കിൾസ് കൊണ്ടുപോകുന്നവരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെ ആയിരിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും ഉണ്ടാവുകയാണെങ്കിൽ ചെറിയൊരു ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരുടെ റെസ്ക്യൂ ടീം പോലീസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉള്ള ഒന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് പോകുന്ന റൂട്ടിൽ പല സ്ഥലത്തും കാണാൻ സാധിച്ചു. അബഹ സൈഡിൽ നിന്ന് ജിദ്ദ പോർട്ടിലോട്ടുള്ള റൂട്ടെന്ന് പറയുന്നത് ടോട്ടലി കുത്തനായിട്ടുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ വളരെ വലിയ സ്പീഡിലൊന്നും നമുക്ക് ഇവിടുന്ന് ഇതിലും വഴി പോകാൻ സാധിക്കില്ല. ഒരു മാക്സിമം ബസ്സിനൊക്കെ ആണെങ്കിൽ 45-50 കിലോമീറ്റർ മാക്സിമം സ്പീഡിലൊക്കെ മാത്രമാണ് പോകുന്നത്. വളരെ ശ്രദ്ധയോടെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സംസാരിച്ചപ്പം ഈ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ജോബായിരിക്കും ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ഈ റൂട്ടിലൂടെയൊക്കെ വരുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചും ഒറ്റയ്ക്കൊക്കെ വരുന്നവരൊക്കെ ശ്രദ്ധിച്ചുമൊക്കെ കൈകാര്യം ചെയ്യണം. ഡ്രൈവ് ചെയ്ത് സുഖമായിട്ട് ഫാമിലിയായിട്ടൊക്കെ വരുന്നവർ ചെയ്യുക. നമ്മൾ അപകടങ്ങൾ എപ്പോഴും നമുക്ക് കൂടെ ഉണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നാൽ അത്രയും ഭംഗിയായിട്ടും സേഫായിട്ടും മറ്റുള്ളവരുടെ സേഫ്റ്റി നോക്കി നമുക്ക് ഭംഗിയായിട്ട് ഓടിക്കാൻ സാധിക്കും.
പിന്നെ ഇവിടെ നിന്നുള്ള കാഴ്ചകളെന്ന് പറയുന്നത് വളരെ വളരെ ഭംഗിയുള്ളതാണ്. താഴോട്ടുള്ള അർത്ഥം മലകൾ മാത്രമാണെങ്കിൽ പോലും സൂപ്പറായിട്ടുള്ള വ്യൂ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് ഈ ഒരു റൂട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ജിദ്ദ പോർട്ടിലോട്ട് നമുക്ക് മൂവ് ആവുന്നത്. ഇതിലേക്കൂടെ പോയി ആ ഒരു ഏരിയ കൂടെ മൊത്തം കവർ ചെയ്താലാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് എത്താൻ പറ്റുന്നത് കേട്ടോ. നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടെന്നാണ് ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. കാരണം ബ്രേക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. തന്നെ പതുക്കെ ഇറങ്ങി പോകണം. അതും എല്ലാം വലിയ വണ്ടികളും ഒക്കെ ഇതിൽ വഴി പോകുന്നുണ്ട്. ഒരു ഒറ്റ റൂട്ടേ ഉള്ളെന്ന് തോന്നുന്നു അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ ആ ഇറക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം നമുക്ക് ഇതേപോലത്തെ 50-55 കിലോമീറ്ററോളം ഇതേ റൂട്ടിലൂടെ തന്നെ ഇങ്ങനെ തന്നെ പോയാലാണ് നമ്മൾ അടുത്തൊരു സെക്ഷനിൽ എത്തത്തുള്ളൂ. അതിനിടയ്ക്ക് പല ടണലുകളുണ്ട്. ഞങ്ങളിപ്പോൾ എണ്ണിയപ്പോൾ തന്നെ ഒരു 5-6 എണ്ണമൊക്കെ ആയി. നീണ്ട നേരത്തെ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ജിസാൻ പോർട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ജിസാൻ പോർട്ടിൻ്റെ ഒരു ഏരിയ ആണ് ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ സൗദി പോർട്ട് എന്നുള്ളൊരു സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഡിപ്പാർച്ചറിലോട്ട് പോവാണ്. നമ്മുടെ ബസ്സിൽ നിന്ന് നമ്മുടെ ലഗേജും എല്ലാം എടുത്തു. കാരണം നമ്മളിനിയിപ്പം സ്റ്റേ ഇവിടുന്ന് പോയിട്ട് ഫസാൻ ഐലൻഡിലാണ് ഇന്നത്തെ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകും. ഡിപ്പാർച്ചർ ഏരിയ. ഇപ്പോൾ ഡിപ്പാർച്ചറിനുള്ളിലോട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അകത്തോട്ട് കയറുമ്പം തന്നെ നമുക്കിത് ഇവിടെ നല്ല വലിയൊരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്കിങ്ങും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെല്ലാവരും കൂടെ അകത്തോട്ട് പോകുന്നത്.